ഹലോ, വൈഷുവേഴ്സ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് രണ്ടുപേരും കൂടെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് എന്നല്ലേ ചിന്തിക്കുന്നത്? ഗൈസ്, ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. ഒരു സ്ഥലമല്ല, 2 സ്ഥലം. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നേ കാട്ടിമേക്കാതിലൊന്ന് പോകണമെന്ന്. രാവിലെ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു, പെട്ടെന്ന് തന്നെ ഇറങ്ങി. അതുകൊണ്ട് തന്നെ കുടയും റെയിൻകോട്ടൊക്കെ മറന്നായിട്ടാണ് ഇറങ്ങിയത്. വരുന്ന വഴിക്ക് മഴ പെയ്തു. അപ്പം കടയിൽ കയറി 2 റെയിൻകോട്ടങ്ങ് വാങ്ങിച്ചു. പക്ഷെ അത് ഉപകാരപ്പെട്ടു കേട്ടോ. ഈ യാത്ര ഫുള്ള് നിങ്ങൾക്ക് ഈ കോട്ട് കാണാം. കുറഞ്ഞതൊരു 50-60 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിലെത്തിയത്. കൊല്ലം പന്മറ ചവറ ഏരിയയിലാണ് ഈ അമ്പലം വരുന്നത്. TS കനാൽ എന്ന് പറഞ്ഞൊരു കനാൽ കടന്നിട്ട് വേണം നമുക്ക് അമ്പലത്തിലോട്ട് എത്താൻ. ജങ്കാർ സർവീസും വെള്ളം സർവീസും അവിടെ ഉണ്ട്. ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും ജങ്കാർ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വെള്ളം എടുത്തു. കടവിറങ്ങി കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട്. ആ നടക്കുന്ന പാതകളിലെല്ലാം കടകളാണേ. മഴയത്ത് ഈ അമ്പലം കാണാൻ എന്ത് രസമാണേ. നോക്ക്, എന്ത് രസമാണ്. ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ മഴയത്ത് അമ്പലം നിൽക്കുന്ന ഇങ്ങനെ കാണാൻ. നിങ്ങൾക്ക് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതകൾ അറിയാമോ? ഇതാ ആ കാണുന്ന ആൽമരത്തിലാണ് ഇവിടെ മണി കെട്ടുന്നത്. എത്ര മണികളാലേ കണ്ടു നിൽക്കാൻ തോന്നി. ഇങ്ങനെ എന്ത് ഭംഗിയാ. കുറച്ച് നേരം ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നപ്പോൾ ഇതാ അവിടെ പ്രസാദ വിതരണം കണ്ടു. പായസമാണ്. നേരെ അങ്ങോട്ട് ചെന്നു. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലൊരു കൈ നിറച്ച് പായസം തന്നു. ഒരു പ്രത്യേക രുചിയുണ്ടായിരുന്നു. ആ സമയത്തിന് വിശപ്പ് വന്നിരുന്നെന്ന് എങ്ങനെ ഇറങ്ങി ഇവർ. എന്തായാലും ആ ഒരു കവള് പായസം കുടിച്ചപ്പോഴേ എൻ്റെ വിശപ്പങ്ങ് പോയി. മേക്കാതിലമ്മ ഭദ്രകാളിയാണേ. അമ്മയ്ക്ക് പൊങ്കാലയിടുന്നത് ഇവിടെ വളരെ വിശിഷ്ടമായൊരു വഴിപാടാണ്. ഇനിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്, കടൽ. TS കനാലിനും കടലിനും മധ്യേ കിടക്കുന്ന ഒരു ക്ഷേത്രം. എന്താലേ ഇവിടെ ഒരാൾക്ക് മഴയും കടലും കണ്ടപ്പോൾ കൺട്രോൾ പോയി. പിന്നെ വൈബടിക്കണം. ഞങ്ങൾ പിന്നെ വൈബിൻ്റെ ആൾക്കാരാണല്ലോ. ഇനി നമുക്ക് കുറച്ച് പ്രഹസനം കാണാം ഗൈസ്. പ്രഹസനം എന്ന് പറയാൻ പറ്റില്ല ഗൈസ്, നമ്മൾ ആരും ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇങ്ങനെയായിപ്പോവും. എന്ത് രസമാണ് കാണാൻ. വൈബടിച്ച് സമയം പോകുന്ന അറിയത്തില്ല. ഇത്രയും നല്ല ലൈറ്റിങ്ങും ലൊക്കേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ആഗ്രഹിക്കുമല്ലോ. കുറച്ച് ഫോട്ടോസും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കാട്ടിക്കൂട്ടലുകളാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് കണ്ടാലോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച മണി കെട്ടുന്ന വഴിപാടില്ലേ, അതിവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു വഴിപാടാണേ. വിവാഹ തടസ്സം, സന്താന ലാഭം, തൊഴില്, കുടുംബ സൗഭാഗ്യം, അങ്ങനെ നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി ഭക്തർ ഇവിടെ വന്ന് മണി കെട്ടുന്നുണ്ട്. നമ്മുടെ ആഗ്രഹം എന്താണോ അത് അമ്മയോട് പ്രാർത്ഥിച്ചതിന് ശേഷം 7 വലത്ത് വെച്ച് മണി ആൽമരത്തിൽ കെട്ടും. അത് നടന്നതിന് ശേഷവും വന്ന് മണി കെട്ടും. ആൽമരം നിറച്ച് മണിയാണ്. എന്ത് രസമാണ് കാണാൻ. വളരെ വ്യത്യസ്തമായൊരു വഴിപാടായിട്ട് എനിക്കത് തോന്നി. ഞങ്ങളവിടെ നിന്ന് അന്നദാനം കഴിച്ചിരുന്നേ. പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. സാമ്പാർ, മെഴുക്ക് വരട്ടി, അച്ചാർ, പപ്പടം ഒക്കെ ആയിട്ട് നല്ലൊരു അന്നദാനമായിരുന്നു. അത് കഴിച്ചു. അതിൻ്റെ വീഡിയോ എടുത്തില്ല ഗൈസ്, വിട്ടുപോയി. ഇതെല്ലാം കറങ്ങടിച്ച് വന്നപ്പോഴത്തേനും ജങ്കാറ് പിന്നെയും മിസ്സായി. പിന്നെയും വള്ളത്തിൽ തന്നെ. പക്ഷേ വള്ളമാണ് കറക്റ്റ്. ഈ ഒരു അറ്റ്മോസ്ഫിയറിന് വള്ളം ഭയങ്കര ആപ്റ്റായിരുന്നു. കണ്ടില്ലേ, മഴ, താഴെയും മേളിയും എല്ലായിടത്തും വെള്ളം, ഞങ്ങളുടെ മേത്തും വെള്ളം. പണ്ട് എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. കാരണം എനിക്ക് നീന്താൻ അറിയില്ല. എന്നിട്ടും ആ വെള്ളത്തിൽ തൊടണം എന്നുള്ള എൻ്റെ അതീവ ആഗ്രഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ. ഈ കൈയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് കളിക്കുന്നുണ്ടെങ്കിലും നല്ല പേടിയുണ്ട്. പിന്നെ ആകെയുള്ളൊരു ധൈര്യം ഏട്ടന് നല്ലപോലെ നീന്തൽ അറിയാമെന്നുള്ളത് മാത്രമാണ്. അവിടെ നിന്ന് ഇറങ്ങി നേരെ വിട്ടത് നീണ്ടകര ഫിഷിംഗ് ഹാർബറിലേക്കാണ്. ഞാൻ ഇതുവരെ ഹാർബർ കണ്ടിട്ടില്ല ഗൈസ്, ഫസ്റ്റ് ടൈമാണ്. ഇതിന് തൊട്ടടുത്തുണ്ടെന്ന് കേട്ടപ്പോൾ എന്നാൽ പിന്നെ അവിടെയും കൂടെ ഒന്ന് പോയിട്ട് തിരികെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഇതാ കാണുന്നതാണ് ഹാർബർ. കാണുന്നുണ്ടോ? കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. പക്ഷെ എൻ്റെ മനസ്സിലുള്ള ഹാർബർ ഇതല്ലായിരുന്നു ഗൈസ്. നിറച്ച മീനും വണ്ടിയും വലിയ വലിയ മീനൊക്കെ കാണാം. പിന്നെ ഈ വില പേശുന്നതും ലേലം വിളിക്കുന്നതൊക്കെ കാണാമെന്നുള്ള ഒരുപാട് എന്തൊക്കെയോ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. സിനിമയിൽ കണ്ടതാണോ എവിടേക്കോ കണ്ടതാണോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ വളരെ വിശാലമായിട്ടൊരു ഏരിയ. ആളുമില്ല, പേരുമില്ല, ഒന്നുമില്ല, മീനുമില്ല, ഒന്നുമില്ല. ഒരു ഹാർബർ, ഒഴിഞ്ഞു കിടക്കുന്ന, കരയോട് അടുപ്പിച്ച് കെട്ടിയിട്ടിരിക്കുന്ന
കുറേ മത്സ്യബന്ധന ബോട്ടുകൾ, കപ്പലുകൾ, വള്ളങ്ങൾ, പിന്നെ മീൻ പിടിക്കാൻ നിൽക്കുന്ന കുറേ ചേട്ടന്മാർ. പക്ഷേ പ്രകൃതി കാത്തുവെച്ചത് നമുക്ക് മറ്റൊരു കാഴ്ചയാണ്. നിങ്ങൾ ചിലപ്പം നിങ്ങൾക്കിത് വലിയ കാഴ്ചയായിട്ട് തോന്നില്ലായിരിക്കും, പക്ഷേ എനിക്കിത് വലിയൊരു കാഴ്ചയായിരുന്നു. നിങ്ങൾ ആ പറക്കുന്നത് കണ്ടോ? ഇവിടേക്കല്ല, ദാ അങ്ങോട്ട് നോക്കൂ. കണ്ടോ കണ്ടോ, ഈ പറക്കുന്നത് കാക്കയും കൊക്കും എന്നല്ല ഗൈസ്, പരുന്തുകളാണ്, പരുന്തുകൾ. ഞാൻ ലൈഫിൽ ഒരു പരുന്തിനെ സോല് മ്യൂസിയത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, പരുന്തിനെയൊക്കെ. അല്ലാതെ ഞാൻ ഇത്രയും ക്ലോസിൽ ഇതുവരെ പരുന്തിനെ കണ്ടിട്ടില്ല. ഇത് ഒരു പരുന്തോ രണ്ട് പരുന്നുള്ളൂ, ഒരു കൂട്ടം പരുന്ത്. നോക്ക് എന്ത്, പക്ഷെ നല്ല രസമായിരുന്നു കാണാൻ. ആ സമയത്ത് എനിക്ക് എവിടെ പോയി എൻ്റെ പേടി നിറഞ്ഞുകൂടാ. സാധാരണ എനിക്കൊരു കാക്ക തന്നെ അടുത്തോടെ പോയി കഴിഞ്ഞാൽ തലയിൽ കുത്തുന്നൊക്കെ ഒരു 100 ടെൻഷനാണ്. പക്ഷെ ഇത്രയും പരുന്ന് കണ്ടിട്ട് എനിക്ക് പേടിയല്ല വന്നത്. ഒരു അത്ഭുതമായിട്ടിരുന്ന് നോക്കി നിന്നു കുറേ നേരം. എന്ത് രസമല്ലേ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചായിരുന്നു, അതിനൊന്നും വീഡിയോ എടുത്തില്ല. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു.